ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 6 ശ്ലോകം 2. ഒന്നാമത്തെ ശ്ലോകത്തിൽ ചതുർദശ ലോകങ്ങളിൽ അധോലോകങ്ങളായ പാതാളം, രസാതലം, മഹാതലം അങ്ങനെ 3 ലോകങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. ഇനി അടുത്ത 2 പദ്യങ്ങളെ കൊണ്ട് അധോലോകങ്ങളിൽ ശേഷിക്കുന്ന 4-ഉം ഊർധ്വലോകങ്ങളായിട്ട് ഗണിച്ചിരിക്കുന്ന 7-ഉം ചേർന്ന് 14 ലോകങ്ങളും വിരാട് സ്വരൂപത്തിൻ്റെ ഏതേത് അംശങ്ങളാണ് എന്ന് വിവരിക്കുകയാണ് രണ്ടാമത്തെ ശ്ലോകം. ജംഗേ തലാതലമതോ സുതലഞ്ജാനോ കിഞ്ചോരുഭാഗയുഗളം വിതലാതലേദ്യേ ക്ഷോണീതലം ജഗനമംബരമംഗനാഭിർ വക്ഷശ്ച ചക്രനിലയസ്തവ ചക്രപാണി. ജംഗേ തലാതലം അധഃ സുതലം ച ജാനോ കിഞ്ചോരുഭാഗയുഗളം കിഞ്ച ഊരുഭാഗയുഗളം വിതലാതലേദ്യേ ചോണീതലം ജഗനം അംബരം അംഗ നാഭിഃ മറ്റഃ ച ചക്രനിലയഃ തവ ചക്രപാണി. ജംഗേ തലാതലമതോ സുതലഞ്ജാനോ കിഞ്ചോരുഭാഗയുഗളം വിതലാതലേദ്യേ ക്ഷോണീതലം ജഗനമംബരമംഗനാഭിർ വക്ഷശ്ച ചക്രനിലയസ്തവ ചക്രപാണി. ഹേ അംഗ, ഹേ ചക്രപാണിയായ ഭഗവാനെ, ഹേ അംഗ ചക്രപാണി, ഹേ ചക്രപാണിയായ ഭഗവാനെ, തവ തിരുമേനിയുടെ ജംഗേ 2 കാൽവണ്ണകൾ, തലാതലം തലാതലമെന്നും ജാനു കാൽമുട്ടുകൾ, സുതലം ച സുതലമെന്നും കിഞ്ച ഊരുഭാഗയുഗളം 2 തുടകൾ, വിതലം അതലം എന്ന് വിതലാതലേദ്യേ എന്ന് 2 എന്നും ജഗനം ചോണീതലം അരക്കെട്ട് ഭൂലോകമെന്നും നാഭിഹി അംബരം വക്ഷഃ നാഭിഹി അംബരം നാഭി ആകാശമെന്നും വക്ഷഃ ചക്രനിലയഃ മാരിടം സ്വർഗമാണെന്നും പറഞ്ഞു വരുന്നു. ഈ ചക്രപാണിയായ ഭഗവാനെ, നിന്തിരുവടിയുടെ 2 കാൽവണ്ണകൾ തലാതലമെന്നും കാൽമുട്ടുകൾ സുതലമെന്നും 2 തുടകൾ വിതലം അതലം എന്ന് 2 അരക്കെട്ട് ഭൂലോകമെന്നും നാഭി ആകാശമാണെന്നും മാരിടം സ്വർഗമാണെന്നും പറഞ്ഞു വരുന്നു. ചക്രപാണി എന്ന സംബുദ്ധി ഭഗവാന്റെ ജഗരക്ഷണ ജാഗരൂകത വെളിവാക്കുകയാണ്. ഇതിലിപ്പോൾ തലാതലം, സുതലം, വിതലം, അതലം ഈ 4 അധോലോകങ്ങളിലും പിന്നെ ഭൂലോകം മുതൽക്കുള്ള 7 ഊർധ്വലോകം ആണ്. ജംഗേ തലാതലമതോ സുതലഞ്ജാനോ കിഞ്ചോരുഭാഗയുഗളം വിതലാതലേദ്യേ ക്ഷോണീതലം ജഗനമംബരമംഗനാഭിർ വക്ഷശ്ച ചക്രനിലയസ്തവ ചക്രപാണി. ജംഗേ തലാതലമതോ സുതലഞ്ജാനോ കിഞ്ചോരുഭാഗയുഗളം വിതലാതലേദ്യേ ക്ഷോണീതലം ജഗനമംബരമംഗനാഭിർ വക്ഷശ്ച ചക്രനിലയസ്തവ ചക്രപാണി. ജംഗേ തലാതലമതോ സുതലഞ്ജാനോ കിഞ്ചോരുഭാഗയുഗളം വിതലാതലേദ്യേ ക്ഷോണീതലം ജഗനമംബരമംഗനാഭിർ വക്ഷശ്ച ചക്രനിലയസ്തവ ചക്രപാണി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.